ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പപ്പടവടയാണ്. ചായക്കടകളിൽ നിന്നും വാങ്ങിക്കഴിച്ച് നമ്മൾ പപ്പട നല്ല രുചിയുണ്ട്. നമുക്കത് വീടുകളിൽ ഉണ്ടാക്കാൻ ഈസി ആയിട്ട് സാധിക്കും. ഇതിന് വേണ്ട ഐറ്റംസ് അതാണിത്. പപ്പടം നമ്മൾ വെയിലത്ത് വെച്ച് പയ്യൊന്ന് ഉണക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. പപ്പടം വേണം. പിന്നെ നമുക്കതിന് മൈദ, അരിപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി പെരിഞ്ചീരകം നമ്മൾ ചേർക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഇടാൻ വേണം. ഇതിനെല്ലാം വെറൈറ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് കരിഞ്ജീരകമാണ്. ആയുർവേദത്തിൽ കരിഞ്ജീരകത്തിന് പല പല ഗുണങ്ങളുണ്ട്. കരിഞ്ജീരകം കഴിച്ചാൽ പല അസുഖങ്ങളും മാറും. അപ്പോൾ നമ്മൾ എള്ളിന് പകരം കരിഞ്ജീരകമാണെന്ന് ഇവിടെ നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതുവഴിയും കുറച്ച് ആയുർവേദം നമ്മുടെ ബോഡിക്ക് നല്ല ഇമ്മ്യൂണിറ്റി ഒക്കെ കിട്ടാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇത് കലക്കും. അല്പം മൈദയും അല്പം അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്ത് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കും, മഞ്ഞ കളർ വരാൻ വേണ്ടിയാണ്. പിന്നെ ഞാൻ ഇത്തിരി മുളക് പൊടി ഇട്ടുണ്ട്, ഒരു ചെറിയ എരിവ് വരാൻ വേണ്ടി. പിന്നെ സാധനങ്ങൾ ചേർത്ത് നമ്മൾ വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ജീരകപ്പൊടി ഇച്ചിരി ചേർക്കാം. ഇതായിട്ട് നമ്മളിത് കുഴയ്ക്കാൻ പോവാണ്. ജീരകപ്പൊടി ഇട്ടോ. കരിഞ്ജീരകം നമ്മളിട്ടു. ഇനി അല്പം പെരിഞ്ജീരകം ഇടുകയാണ്. ഇതിന് വേണ്ടിയാണ്. ഇത് മൈദപ്പൊടിയാണ്. മൈദപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് അരിപ്പൊടിയാണ്, റൈസ് ഫ്ലവർ, അതും ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇടുകയാണ്. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി, നല്ല കളർ വരും അധികമായാലും. ഇനി നമ്മൾ ഈ വെള്ളം ചേർത്ത് കുഴക്കണം. വെറും പച്ചവെള്ളം മതി. അല്പം ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അല്പം സാൾട്ടും നമ്മൾ ചേർക്കുന്നുണ്ട്. ശരിക്കും വെള്ളമായി അപ്പത്തിന് കുഴക്കണമാതിരി കുഴക്കണം. ഹലോ, ഇപ്പോൾ നമ്മളിതിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തത് ഇങ്ങനെ അപ്പത്തിന് കുഴക്കണമായിട്ട് നമ്മൾ കുഴച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ വെള്ളം നമ്മുടെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ജീരകം, ആവശ്യത്തിനുള്ള കരിഞ്ജീരകം, ഇതെല്ലാം അല്പം ഉപ്പ്, ഇതെല്ലാം നമ്മുടെ ആവശ്യത്തിനനുസരണം ചേർക്കാം. ഇപ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമ്മളിത് പപ്പടം മുക്കി വെളിച്ചെണ്ണയിലേക്ക് ഇടും. നമുക്ക് വെളിച്ചെണ്ണ എല്ലാം ചീഞ്ഞായിട്ട് കഴിഞ്ഞ് ഫ്രൈ
വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.